കോടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പാലത്തിൽ നിന്ന് 17 കോടി അടിച്ചു മാറ്റിയെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കിയ റോഡുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും പാലങ്ങളിൽ നിന്നും എത്ര കോടി ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും നമ്മുടെ പൈസ. അതുകൊണ്ടാണ് ലീഗിന്റെ ഒരു നേതാവുണ്ട്, വായ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന KM ഷാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. KM ഷാജി ഇതിനടുത്ത് പ്രസംഗിച്ചത്, ഞങ്ങൾക്ക് 10 കൊല്ലമായി ഭരണമില്ലാതിരുന്നല്ലോ, ഏത് വിധാനയും ആരെ കൂട്ടിയും ഭരണം പിടിക്കണം, 10 വർഷക്കാലം നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തത് ഉണ്ടാക്കണം, ഇനി ഭരണം പിടിച്ചിട്ട് വേണം എന്നാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇവർ ഭരിക്കുന്നതും ഭരണത്തിൽ ഇടപെടുന്നതും ഈ നാടിന്റെ പണം കൊള്ളയടിച്ച് കൊണ്ടുപോകാനാണ് എന്ന് അവരുടെ നേതാക്കന്മാരുടെ തന്നെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ്. ഇതാണ് ഞാൻ ഈ ഒരു പാലം പറഞ്ഞത്. കേരളത്തിൽ ഇതുപോലെ 100 കണക്കിന് പാലങ്ങൾ ഉണ്ടായ വർഷമാണ് ഈ 10 വർഷം എന്ന് സൂചിപ്പിക്കാനാണ്. ഇപ്പൊ 2-3 ആഴ്ചകൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പോടെടുക്കുന്ന ഘട്ടത്തിൽ പെരുമ്പളത്തൊരു പാലം നിർമ്മിച്ചതിന്റെ വാർത്ത നിങ്ങൾ കണ്ടു, അതിന്റെ ഉദ്ഘാടനം കണ്ടു. 100 കോടി രൂപ ചെലവഴിച്ച് വലിയ ദൈർഘ്യമുള്ളൊരു പാലം, ഏതാണ്ട് 10,000 മനുഷ്യർ ജീവിക്കുന്ന ഒരു പാലം, ഒരു ദ്വീപിലേക്കുള്ള പാലം. ഇത്രയും വർഷക്കാലം ഏതേതു സർക്കാരുകൾ ഭരിച്ചിട്ടും പാലം നിർമ്മിക്കാൻ കഴിയാത്ത അനിശ്ചിതത്വത്തിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഏറ്റവും ദൃഢമായ അവിടുത്തെ മനുഷ്യരുടെ അഭിമാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു പാലം നിർമ്മിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ട ആ മനുഷ്യരുടെ അനുഭവങ്ങളും ആഹ്ലാദങ്ങളും നമ്മൾ കണ്ടതാണ്. ഇത് ഒരു പെരുമ്പളത്ത് മാത്രമല്ല, ഇത് നമ്മുടെ നാടിന്റെ സകലമാന മേഖലകളിലും നീണ്ട് നിവർന്ന് കിടക്കുന്ന രൂപത്തിലേക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ വന്നു. അതിന്റെ ഭാഗമായി 1,08,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പാശ്ചാത്തല വികസന രംഗത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഈ കാലയളവിൽ ചെലവഴിച്ചത്. 1,08,000 കോടി രൂപ റോഡും പാലവും കെട്ടിടങ്ങളും ഉണ്ടാക്കാൻ ബഡ്ജറ്റിന് പുറത്ത് ചെലവഴിച്ച പൈസയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. സാധാരണ ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രതിവർഷ ബഡ്ജറ്റ് അവതരിപ്പിക്കും. പ്രതിവർഷ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലം ആ സർക്കാരിന്റെ കീഴിൽ കേരള സംസ്ഥാനത്തിനാകെ വരുന്ന പൊതുഖജനാവിലേക്ക് വരുന്ന വരുമാനം, ആ വരുമാനത്തിനനുസൃതമായി എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ രൂപത്തിൽ ചെലവ് നടത്താം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട്. ഇത് രണ്ടും കൂടിയിട്ടാണ് ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്രതിവർഷ ബഡ്ജറ്റ് സാധാരണഗതിയിൽ കേരളത്തിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ കൂടാതെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിന് പുറത്ത് പണം ചെലവഴിച്ചുകൊണ്ട് 1,00,000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 3ാം തുടർ ഭരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ വോട്ട് തേടി പോകുമ്പോ ഞങ്ങൾക്ക് തെല്ലെന്നില്ലാത്ത അഭിമാനവും ആഹ്ലാദവും ഉണ്ട് എന്നതാണ് കാര്യം. അതുകൊണ്ട് പകലന്തിയോളം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ. അവിടെയാണ് ഒരു പ്രതിപക്ഷത്തിന് നാണം കെട്ട് നുണകൾ പ്രചരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ചെയ്തില്ലെന്ന് പറയാനാവില്ല. ഈ ഇത്രയും കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി അതിലേതെങ്കിലും ഒന്നിൽ ഒരു അഴിമതിയുടെ കറ പുരണ്ടതായി ചൂണ്ടിക്കാണിക്കാനാവില്ല. ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തത് കൊണ്ട്, ഇത് കളവ് പറഞ്ഞ് വക്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് അതൊന്നും പറയാതെ മറ്റു പല കളവുകളും പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ്. ഞാനിവിടെ പറഞ്ഞത് ഒരു പാലം 42 കോടി ചെലവഴിച്ചപ്പോ 17 കോടി കട്ട ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്തെ കുറിച്ചാണ്. അവിടെയാണ് 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടും ഒരഴിമതി പോലും ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാനോ അതിനെതിരെ ഒരു സമരം ചെയ്യാനോ കഴിയാത്ത LDFന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് ജനങ്ങളുടെ പണം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു നൽകുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളം 10 വർഷമായി LDF ഭരിക്കുന്ന അതേ കാലയളവിൽ അതിനേക്കാൾ കൂടുതൽ 2 വർഷമധികം 12 വർഷമായി രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് മോദി പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അവർക്ക് കേരളത്തോട് എന്തെന്നില്ലാത്ത ശത്രുതയുണ്ട്. കാരണം കേരളത്തിൽ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ
BJPക്ക് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞിട്ടും ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ നാട്ടിൽ കഴിയാവുന്ന എല്ലാ പണികളെടുത്തിട്ടും കേരളത്തിന്റെ നിയമസഭയിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ ഗവൺമെന്റിലേക്ക് ആവശ്യത്തിന് MLA-മാരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് MLA-മാരെ സംഭാവന ചെയ്യാത്ത, ഞങ്ങൾക്ക് വേണ്ടത്ര സ്വാധീനം തരാത്ത BJP-കാർ പറയുന്നത്, BJP-കാർക്ക് വേണ്ടത്ര സ്വാധീനം കൊടുക്കാത്ത ഈ കേരളത്തിനകത്ത് ഒരു തരത്തിലുമുള്ള വികസന പ്രവർത്തനം നടത്താതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും അവർ പുലർത്തുമെന്ന് 10 കൊല്ലം മുൻപേ മുൻകൂട്ടി കാണാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു. അത് കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൃത്യമായ ആസൂത്രണം വേണം എന്ന ചർച്ചകൾ രൂപപ്പെട്ടത്. അതിന്റെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഡ്ജറ്റിന് പുറത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകൾ പണം തരാതിരുന്നാൽ അതുവഴി പണം കണ്ടെത്തി ഇവിടത്തെ പശ്ചാത്തല സൗകര്യത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കിഫ്ബിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നാടിലൂടെ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ ഏറ്റവും നൂതനമായ പാതകൾ രൂപപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ 1,00,000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എവിടെ പോയാലും കാണും ഈ നാട്ടിലെ സർക്കാർ സ്കൂളുകളിലേക്ക് ഒന്ന് പോയാൽ പഴയ കാലത്തേതിൽ നിന്നും വ്യത്യസ്തമായ കെട്ടിടങ്ങൾ ഈ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്നത് എങ്ങനെയാണോ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെരുമ്പളം ഉൾപ്പെടെയുള്ള പാലങ്ങളെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാടിനകത്തുള്ള നിരവധി സർക്കാർ ആശുപത്രികൾ, സർക്കാർ കെട്ടിടങ്ങൾ, ഇതെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് 2 ലക്ഷം കോടി രൂപ കേരളത്തിന് അർഹമായ നികുതി പണം നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് തിരിച്ചു തരാത്ത കാലത്താണ് ഈ വികസന പ്രവർത്തനങ്ങൾ അത്രയും നടന്നത് എന്നതാണ് അതിന്റെ നേട്ടം. 2 ലക്ഷം കോടി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ട പണമാണ്. ആരു തരാത്തത്? പല കാരണങ്ങൾ പറഞ്ഞ് BJP-യുടെ സർക്കാർ നമുക്ക് നിഷേധിച്ച പണം. ഈ പണം 2 ലക്ഷം കോടി നഷ്ടപ്പെട്ടിട്ടും കേരളത്തിലെ ഒരു മനുഷ്യനും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത നിലയിൽ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ കാലയളവിൽ നേതൃത്വം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടാവില്ല. അതുകൊണ്ട് വൈക്കം പിടിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിൽ അഭിപ്രായം ചോദിക്കുന്ന മാധ്യമങ്ങളുടെ അഭിപ്രായ സർവേകൾക്ക് മറ്റൊരു ഉത്തരം പറയാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ചോദിച്ചവരൊക്കെ പറയുന്നു ഇവിടെ ഇടതുപക്ഷം തന്നെ ഭരിക്കണം, എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചാലേ സാധ്യമാകൂ എന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് പറയാൻ കഴിയുന്നു. മറ്റൊരു കണക്ക് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. 10 വർഷം മുൻപ് അധികാരത്തിൽ വരുന്ന കാലത്ത് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ അന്ന് 600 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2016-ൽ ആ 600 രൂപ മാത്രം ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 10-18 മാസം കുടിശ്ശികയാക്കി വെക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. എന്താ കാര്യം? അവർക്കറിയാം 5 കൊല്ലം കഴിഞ്ഞാൽ ഭരണം മാറും. അപ്പോ അവസാന കാലത്ത് പൈസ കൊടുക്കാതെ അത് ഇനി വരുന്ന സർക്കാർ കൊടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ആ 18 മാസത്തെ കുടിശ്ശികയാക്കി ക്ഷേമ പെൻഷൻ മുടക്കിയിട്ടാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. എന്നാൽ ഇപ്പോഴോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലതര പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഏപ്രിൽ മെയ് മാസം വലിയ തടസ്സമായിരിക്കും. കാരണം മെയ് മാസം പകുതിയാവുമ്പോഴാണ് പുതിയ സർക്കാർ അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വരേണ്ടത്. അപ്പൊ നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള തടസ്സം വരും. ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ മുടങ്ങിക്കിടക്കും. അതുകൊണ്ട് മന്ത്രിസഭ ചേർന്ന് നേരത്തെ തീരുമാനിച്ചു 2000 രൂപ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തതും മെയ് മാസത്തതും ഏപ്രിൽ ആദ്യം തന്നെ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കണം എന്നുള്ളത്. പറഞ്ഞതിന്റെ മലയാളം ഇതാണ്. UDF-ന്റെ ഗവൺമെന്റ് 18 മാസം പെൻഷൻ കുടിശ്ശികയാക്കി പോകുമ്പോ ഞങ്ങൾ 2 മാസത്തെ പെൻഷൻ അഡ്വാൻസ് ആയി കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇതാണ് വ്യത്യാസം. എന്താണ് ഇടതുപക്ഷവും എന്താണ് വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം ഇതാണ്.
ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്നില്ലേ ക്ഷേമ പെൻഷൻ? 1980 ക്ഷേമ പെൻഷൻ കേരളത്തിൽ ആരംഭിച്ചത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് അല്ലേ? അന്ന് 45 രൂപ മാത്രമായിരുന്നു. 45 രൂപ മാത്രമായിരുന്ന ക്ഷേമ പെൻഷൻ പടിപടിയായി 2000 രൂപയാക്കിയതോ മുഴുവൻ പങ്കാളിത്തം വഹിച്ചത് ഇടതുപക്ഷല്ലേ? ആകെ 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മാത്രമാണ് ഒരു 100 രൂപ വർദ്ധിപ്പിച്ചത്. ആ വർദ്ധിപ്പിച്ച 100 രൂപയാകട്ടെ അതിന്റെ കുടിശ്ശിക തീർത്ത് കൊടുത്തതും നമ്മളാണ്. ഇപ്പോ 10 വർഷക്കാലത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിന് ചെലവഴിച്ച ഗവൺമെന്റിന്റെ പണം കണക്ക് കൂട്ടുമ്പോ ഏതാണ്ട് 138 മാസത്തെ കണക്ക് പുറത്തു വരും. നമുക്കറിയാം 5 വർഷം എത്ര മാസമാണ്? 60 മാസമാണ്. 10 വർഷമാകുമ്പോ 120 മാസമാണ്. അപ്പോ ഒരു സർക്കാരിന്റെ കാലയളവിൽ 10 വർഷം പിന്നിടുമ്പോ 10 വർഷക്കാലത്തെ ക്ഷേമ പെൻഷൻ 120 മാസത്തെ പെൻഷൻ അല്ലേ ഒരു ഗവൺമെന്റ് കൊടുക്കേണ്ടുള്ളൂ? 120 മാസത്തെ കൊടുക്കേണ്ടുള്ളൂ. പക്ഷേ ഇതിന് പണം ചെലവഴിച്ച കണക്ക് ഇടതുപക്ഷം പരിശോധിക്കുമ്പോ 138 മാസത്തേതാണ്. എന്തുകൊണ്ട്? ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയും ചേർത്ത് കൊടുത്തിട്ടാണ് 138 മാസത്തെ പെൻഷൻ കൊടുക്കാൻ, ഒരു കുടിശ്ശികയും ഇല്ലാതെ കൊടുത്തു തീർക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞത് എന്നതാണ് അതിന്റെ കാര്യം. ഇത് 2000 ആക്കി വർദ്ധിപ്പിച്ചു. 2000 വളരെ കൃത്യമായി 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. ഇതാണ് 62 ലക്ഷം ക്ഷേമ പെൻഷൻ. 35 ലക്ഷം മറ്റൊരു പ്രധാനപ്പെട്ട പെൻഷൻ. ഏതാ? വീട്ടമ്മമാർക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ. 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അധികാരത്തിൽ വന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പിലാക്കുന്നുള്ളത്. അധികാരത്തിൽ വന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പിലാക്കും. ഞങ്ങൾ അത് പ്രഖ്യാപിച്ചത് നടപ്പിലാക്കി. നമ്മുടെ സ്ഥാനാർത്ഥി സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.